ഒട്ടും കളയത്തില്ല കേട്ടോ, എല്ലാം കോരി ഒഴിച്ചു. ഓക്കെ, ഇന്ന് ഞാൻ സ്റ്റാൻഡൊന്നും കണ്ടോ, ഞാൻ ഒട്ടും കളഞ്ഞില്ല. കണ്ടോ, എല്ലാം കോരി അതിലോട്ട് ഒഴിച്ചു കേട്ടോ. ഇതിനി ഇടിച്ചെണ്ടിൽ വെച്ച് വേവിക്കും. ഉണ്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിൽ കൂടുതൽ വരത്തില്ല കേട്ടോ. ഇപ്പം ആവുകയെ കണ്ടോ, അരച്ചോണ്ട് വന്നേ, പൊടിച്ചോണ്ട് വന്നേ. ഇതെന്തോ മനസ്സിലായില്ലേ? ഇതെല്ലാം കൂടെ ഇതിലോട്ടിട്ട് കൂട്ടി പുരട്ടി ഈ പാത്രത്തിൽ ഇത്ര നെയ്യ് പുരട്ടി അപ്പം പുഴുങ്ങും. അഞ്ച് ചക്കച്ചോള പഴുത്തത്, 2 നേന്ത്രപ്പഴം പഴുത്തത്, 150 ഗ്രാം അരിപ്പൊടി, ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് എൻ്റെ ഇഷ്ടത്തിന് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, 6 ഏലക്ക. ഓക്കെ, ഇതാദ്യം അരയ്ക്കുക, ഇത് ആദ്യം അരച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിച്ചതും അതിലോട്ട് ചേർത്ത് ഇളക്കി കിണ്ണത്തിലൊഴിച്ച് വട്ടയപ്പം പോലെ ഉണ്ടാക്കുക. ഓക്കെ, സൂപ്പർ. അന്ന് ഞാൻ കാണിച്ചതിൽ പഴം മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. ഇതിൽ ഞാൻ 5 ചക്കച്ചോള ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ, ഉണ്ടാകുമെന്നറിയാലോ. നോക്കട്ടെ, നന്നായിരിക്കും, ടേസ്റ്റ് ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല കേട്ടോ. ഇത് കുറച്ച് മാങ്ങ കിട്ടിയതാണ്, പഴുത്ത മാങ്ങ പുളിശ്ശേരി വയ്ക്കാനാണ്. ഓക്കെ, ഞാനിതെല്ലാം അരച്ച് വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. പൂവാനമേ ഒരു രാഗമേ